ഹായ്. സോ അടുത്ത ഞാൻ ഇതേപോലെ ഇനി രണ്ട് സ്പെഷ്യൽ ടൈപ്പ് റിസൾട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട രണ്ട് റിസൾട്ട്സാണ്. ആക്ച്വലി ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിക്കേണ്ട രണ്ട് റിസൾട്ടാണ്. ഓൾറെഡി ഞാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻−ax ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ a/a² പ്ലസ് b² എന്നാണ്. ഇവാലുവേറ്റ് ചെയ്യേണ്ടത് തന്നെ. ഓൾറെഡി നമ്മൾ ഇതിനൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. e⁻x/a² പ്ലസ് b² ഇൻറ്റു a cos bx പ്ലസ് b sin bx. അങ്ങനെ ഇക്വേഷൻ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നതാണ് ഇത് a/a² പ്ലസ് b². അപ്പോൾ നമ്മൾ ഈ റിസൾട്ട് കാണാതെ പഠിച്ചാൽ മതി. അതുപോലെ ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻−ax ഇൻറ്റു sin bx dx ആണെങ്കിൽ b/a² പ്ലസ് b² ആണ്. സോ ഈ രണ്ട് റിസൾട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് ചെറിയ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഞാൻ കാണിക്കാം. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഇതാണ്. ഫൈൻഡ് Fourier sine and cosine transform of e⁻−ax ചെറിയൊരു ഫംഗ്ഷൻ, ദാറ്റ് ഈസ് a greater than 0 and x greater than 0. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ f(x) എന്ന് പറയുന്നത് e⁻−ax ആണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ Fourier sine transform of e⁻−ax. Similarly, Fourier cosine transform of e⁻−ax. So what is our equation? Fourier's sine transform കാണാനുള്ള ഇക്വേഷൻ എന്താ? fs of omega is equal to Fourier sine transform നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് fs of omega എന്നാണ്. fs of omega, fs of f(x) എങ്ങനെ കാണാം? ദാറ്റ് ഈസ് √2/π integral 0 to infinity f(x) ഇൻറ്റു sin omega x dx. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ കൊടുക്കുക. ദാറ്റ് ഈസ് √2/π ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. ഇവിടെ a greater than 0, x greater than 0, x 0 to ഇൻഫിനിറ്റി തന്നെ e⁻−ax ഇൻറ്റു sin omega x dx. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പം നോക്കിയാൽ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻−ax ഇൻറ്റു sin omega x dx. അപ്പോൾ ഇതേ ഫോർമാറ്റാണ്. ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻−ax ഇൻറ്റു sin bx dx. ഒരു വ്യത്യാസമുള്ളത് b എന്നുള്ളവർക്ക് ഇവിടെ ഒമേഗയാണെന്നുള്ളൂ. അപ്പോൾ ആൻസർ എന്താ വരിക? ഇതിൻ്റെ ആൻസർ എന്താ? b/a² പ്ലസ് b². അപ്പോൾ ഈ ഇൻറ്റഗ്രലിൻ്റെ ആൻസർ ബിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? ഒമേഗ എന്ന് കൊടുക്കുക. ബാക്കിയൊക്കെ സെയിം ആണ് അല്ലേ? സോ നമുക്ക് വരുന്നത് √2/π ω/a² പ്ലസ് ω². അപ്പോൾ നിങ്ങൾ എക്സാമിന് ഈ റിസൾട്ട് കൊടുക്കുക. സിൻസ് ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻−ax ഇൻറ്റു sin bx dxൻ്റെ വാല്യൂ b/a² പ്ലസ് b² ആണ്. സോ ഇത് എഴുതി കാണിച്ചാൽ മതി. അപ്പോൾ ഒറ്റയടിക്ക് നമ്മുടെ ആൻസർ കിട്ടി, fs of omega. ഇനി ഇതേപോലെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ കൊസൈൻ ട്രാൻസ്ഫോം കാണണം. fc of omega. Fourier cosine transform is fc of omega and it can be calculated using the equation √2/π integral 0 to infinity f(x) into cos omega x dx. That is √2/π integral 0 to infinity e⁻−ax into cos omega x dx. അപ്പോൾ നേരത്തെ എഴുതി തന്ന അതേ റിസൾട്ട് തന്നെ. ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻−ax ഇൻറ്റു കോസ് ബി എക്സ് ആണെങ്കിൽ a/a² പ്ലസ് b². ഇവിടെ ബിയുടെ സ്ഥാനത്ത് ഒമേഗ എന്നുള്ളൂ. സോ ആൻസർ വരുന്നത് ദാറ്റ് ഈസ് √2/π a/a² പ്ലസ് ω² ഈസ് ദി ആൻസർ. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ Fourier സൈൻ ട്രാൻസ്ഫോം ആൻഡ് Fourier കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. ക്ലിയർ? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഇതേ ഫംഗ്ഷൻ തന്നെ ചെറിയൊരു വ്യത്യാസം വന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ Fourier സൈൻ ആൻഡ് കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് e⁻−ax by x. ഇതേപോലെ x greater than 0, a greater than 0. അപ്പോൾ ഇവിടെ f(x)ൻ്റെ സ്ഥാനത്ത് e⁻−ax by x എന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ Fourier സൈൻ ട്രാൻസ്ഫോമും കണ്ടുപിടിക്കണം, Fourier കൊസൈൻ ട്രാൻസ്ഫോമും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ?
Fourier sine transform is fs of omega. That is equal to root of 2 by pi integral 0 to infinity f of x. f of x ന്റെ സ്ഥാനത്ത് e raised to minus x by x അല്ലേ, f of x into sin omega x dx. ഇനി ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? നേരത്തെ ഈ എക്സ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കാണാം. അപ്പോൾ ഇവിടെ 3 ഫംഗ്ഷൻ ഉണ്ട്. ഇ റേസ് ടു മൈനസ് എക്സ് ഉണ്ട്, എക്സ് 1/x ഉണ്ട്, സൈൻ ഒമേഗ എക്സ്. അപ്പോൾ ഇത് ഇൻ്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ മുന്നേ നമ്മൾ ചെറിയൊരു കാര്യം ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കിത് ഈസി ആയിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക, എളുപ്പത്തിൽ നമുക്ക് ഈ എക്സ് കളയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു ഒമേഗ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ വരുന്നത്, ഡി ബൈ ഡി ഒമേഗ ഓഫ് എഫ് എസ് ഓഫ് ഒമേഗ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഇവിടെ റൂട്ട് ഓഫ് 2 by pi ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ ഫംഗ്ഷൻ എന്താണ്, കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ അത് അതുപോലെ തന്നെ എഴുതാം. ഇനി സൈൻ ഒമേഗ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ എന്താ വരും, സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഈ വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ചെയ്യുമ്പോൾ ഇവിടുത്തെ എക്സ് നമ്മൾ ഇൻറ്റു ചെയ്യണം. എക്സ് ആണ് ഇവിടെ കോൺസ്റ്റൻറ്റ് വരിക, അപ്പോൾ ഡി എക്സ് എന്ന് വരും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ചെയ്യുമ്പോൾ ഈ ഒമേഗ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ഇൻറ്റു ചെയ്യണം. ഒമേഗ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ എന്താണ്, എക്സ്. ഓക്കെ, ഇപ്പം നോക്കിക്കേ, ഈ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം നമുക്ക് കിട്ടുന്നത് റൂട്ട് ഓഫ് 2 by pi ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് ഡി ബൈ ഡി ഒമേഗ ഓഫ് എഫ് എസ് ഓഫ് ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi. ഇനി ഇതിൻ്റെ ആൻസർ എന്താ, ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു തന്നതുപോലെ ഇതാ ഇ റേസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് എന്താ, എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടെ ഇ റേസ് ടു മൈനസ് ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറിന് ആൻസർ എഴുതാം. ഇനി നമുക്ക് ഈ ഇപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, നമുക്കത് ഇൻ്റഗ്രേഷൻ ചെയ്യാം. സോ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. ഇൻറ്റഗ്രൽ ഓഫ് ഡി ബൈ ഡി ഓഫ് ഒമേഗ എന്ന് പറയുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എഫ് എസ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യണം. റൂട്ട് ഓഫ് 2 by pi എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഓഫ് ഒമേഗ. അപ്പോൾ ഇതിലുള്ള കോൺസ്റ്റൻസ് ഏതൊക്കെയാണ്, റൂട്ട് ഓഫ് 2 by pi ഉണ്ട്, എ ഉണ്ട്, ഇൻറ്റഗ്രൽ 1 by എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഓഫ് ഒമേഗ. റൂട്ട് ഓഫ് 2 by pi എ, ഇത് 1 by എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമാറ്റാണ്. ഓർമ്മയുണ്ടോ എന്താ 1 by എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ, 1 by എ സ്ക്വയർ 1 by എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ അങ്ങനെയാണ്. അപ്പോൾ ഇത് അതേ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. എക്സിൻ്റെ പകരം ഇവിടെ ഒമേഗയാണെന്നുള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെ. അപ്പോൾ ഇത് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും, 1 by എ ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം ഇവിടെ ഒമേഗ ബൈ എ എന്ന് വരും. ഇത് 0 ടു ഇൻഫിനിറ്റി. ലിമിറ്റ് വേണമെന്നില്ല, ഇവിടെ ജസ്റ്റ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നു, ലിമിറ്റിൻ്റെ ആവശ്യമില്ല. ഇൻ്റഗ്രേറ്റിംഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ 1 by എ ടാൻ ഇൻവേഴ്സ് ഒമേഗ ബൈ എ അല്ലേ. സോ ആൻസർ എന്താ വരുന്നത്, സോ ദാറ്റ് ഈസ് ഇവിടെ റൂട്ട് ഓഫ് 2 by pi ഈ എയും ക്യാൻസൽ ചെയ്തിട്ട് ടാൻ ഇൻവേഴ്സ് ഒമേഗ ബൈ എ. ഇതാണ് നമുക്ക് വേണ്ടത്. എന്താ, എഫ് എസ് ഓഫ് ഒമേഗ അല്ലേ. സോ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ടാൻ ഇൻവേഴ്സ് ഒമേഗ ബൈ എ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമും കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. അപ്പോൾ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കാണണമെങ്കിൽ എഫ് സി ഓഫ് ഒമേഗയാണ് ഇക്വേഷൻ. റൂട്ട് ഓഫ് 2 by pi ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, ഇ റേസ് ടു മൈനസ് എ എക്സ് ബൈ എക്സ് ഇൻറ്റു കോസ് ബി എക്സ്, ഇവിടെ കോസ് ഒമേഗ എക്സ് ഡി എക്സ്.
അപ്പോൾ ഇവിടെയും ഇത് ഇൻ്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു എക്സ് കാണണം അല്ലേ. അപ്പോൾ അത് കളയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. അപ്പോൾ നമുക്ക് എന്താ വരിക, ഡി ബൈ ഡി ഓഫ് ഒമേഗ ഓഫ് എഫ് സി ഓഫ് ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എ എക്സ് ബൈ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് കോസ് എന്താ വരിക, മൈനസ് സൈൻ ഒമേഗ എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് ഈ എക്സ് ക്യാൻസൽ ആവും, റൂട്ട് ഓഫ് 2/π മൈനസ് റൂട്ട് ഓഫ് 2/π 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അതെന്ത് വരും, മൈനസ് റൂട്ട് ഓഫ് 2/π. ഇത് മൈനസ് ഈ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് എന്താ, ബി ബൈ ബീൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ ഒമേഗയാണ്. അപ്പോൾ നമുക്ക് കിട്ടുക ഒമേഗ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അതായത് ഡി ബൈ ഡി ഒമേഗ ഓഫ് എഫ് സി ഓഫ് ഒമേഗയാണ് നമുക്ക് കിട്ടിയത്. ഇനി അതിൽ നിന്ന് എഫ് സി ഓഫ് ഒമേഗ കിട്ടണമെങ്കിൽ ഇൻ്റഗ്രേഷൻ ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ഓൺ ബോത്ത് സൈഡ്സ്. ആദ്യം ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു, ദെൻ അഗെയിൻ ഇൻ്റഗ്രേഷൻ ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഒറിജിനൽ ഫംഗ്ഷൻ തിരിച്ച് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇൻറ്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എന്ന് പറയുമ്പോൾ എഫ് സി ഓഫ് ഒമേഗ തന്നെ വരും. എഫ് സി ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് 2/π ഇൻറ്റഗ്രൽ ഓഫ് ഒമേഗ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ എന്ന് വരും. അപ്പോൾ ഇത് ഇൻ്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. കാരണം ഇവിടെ ഒമേഗ സ്ക്വയർ ഉണ്ട്, ഒമേഗ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഒമേഗയാണ്. അപ്പോൾ അത് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 1/2 ഇവിടെ എഴുതും, മുകളിൽ ഒരു 2 ഒമേഗ എഴുതും, എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഓഫ് ഒമേഗ. ഇനി നിങ്ങളിത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറിന് ടി കൊടുത്താൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് തന്നെയാണ് മുകളിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് വന്നാൽ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് തന്നെ മുകളിൽ വന്നാൽ ലോഗ് എഫ് ഓഫ് എക്സ് വന്ന് എഴുതാം. അതേ രീതിയിൽ നമുക്കിവിടെ എഴുതാം. ദാറ്റ് ഈസ് മൈനസ് ഇവിടെ എന്ത് വരുന്നത്, മൈനസ് റൂട്ട് ഓഫ് 2/π 1/2 ലോഗ് എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് വരും. ക്ലിയർ, മൈനസ് റൂട്ട് ഓഫ് 2/π 1/2 ലോഗ്, ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ലോഗ് എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് വരും. സോ അതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. സോ ദാറ്റ് ഈസ് ഈ റൂട്ട് 2 ആണെങ്കിൽ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോരും, മൈനസ് 1/√2π ലോഗ് എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ് നമുക്ക് ആൻസർ വരുന്നത്, എഫ് സി ഓഫ് ഒമേഗ. അതായത് ഇ റേസ് ടു ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എ എക്സ് ബൈ എക്സ് ഈക്വൽ ടു മൈനസ് 1/√2π ലോഗ് എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ ഓരോ ഇപ്പോൾ ഇങ്ങനെ 1/x വന്നപ്പോൾ ആദ്യം ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, പിന്നെ ഒരു തവണ ഇൻ്റഗ്രേഷൻ ചെയ്തിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഇപ്പോൾ ജോയിൻ ഫോം വരികയാണെങ്കിൽ തന്നെ നമുക്ക് ആ പ്രോബ്ലം ഇതേപോലെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോക്കി ഒരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് ദ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ബി എക്സ് ബൈ എക്സ്. അപ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട് കണ്ടോ. അപ്പോൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ ആദ്യം ഇതിൻ്റെ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതാം. റൂട്ട് ഓഫ് 2/π ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ആ ഫംഗ്ഷൻ കംപ്ലീറ്റ് കൊടുക്കുക, എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇവിടെ ഞാൻ ഒമേഗയ്ക്ക് പകരം എസ് ആണ് തന്നിരിക്കുന്നത്, അത് ഏത് വേണമെങ്കിലും നിങ്ങൾ പഠിക്കാം. നിങ്ങൾ എസ്സിലാണ് പഠിക്കണമെങ്കിൽ എസ്സിൽ എഴുതാം, ഒമേഗയിലാണ് പഠിക്കണമെങ്കിൽ ഒമേഗയിൽ എഴുതാം, കുഴപ്പമില്ല, ഏതായാലും തെറ്റിക്കരുത്. എന്നിട്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക, രണ്ട് ഫംഗ്ഷൻ ആക്കിയിട്ട് എഴുതാം. എന്നിട്ട് രണ്ടിൻ്റെയും ഇൻറ്റഗ്രേഷൻ ഇത് ചെയ്യണം, ഫൊറിയർ സൈൻ ഇപ്പോൾ ഞാൻ ചെയ്തു തന്നതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ എക്സ് ബൈ എസ് ഇൻറ്റു സൈൻ എസ് എക്സ് വരും, ഇ റേസ് ടു മൈനസ് ബി എക്സ് ബൈ എക്സ് ഇൻറ്റു സൈൻ ബി അടുത്ത ടേമായിട്ട് വരും. സോ അത് ഓരോന്നും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫോർമാറ്റിൽ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2/π ടാൻ ഇൻവേഴ്സ് എസ് ബൈ എ മൈനസ് റൂട്ട് ഓഫ് 2/π ടാൻ ഇൻവേഴ്സ് എസ് ബൈ ബി എന്ന് വരും. സെയിം ഒരു നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ വേറൊരു ഫോർമാറ്റ്, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണത്, ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.